എമ്പുരാൻ സിനിമയുടെ റിലീസ് ദിവസം സൂചനാ പണിമുടക്ക് നടത്താൻ നിർമ്മാതാക്കളുടെ തീരുമാനം. മാർച്ച് 27-നാണ് സിനിമാ പണിമുടക്ക്. ജൂൺ 1 മുതലുള്ള സിനിമാ സമരത്തിന് മുന്നോടിയായാണ് ഈ സൂചനാ പണിമുടക്ക്. വിവരങ്ങളുമായി വിജിത ചേരുന്നുണ്ട്. വിജിത, നേരത്തെ തന്നെ നിർമ്മാതാക്കളുടെ സംഘടന ഇത്തരത്തിൽ ജൂൺ 1 മുതൽ തിയേറ്ററുകൾ അടച്ചിട്ട് സമരം ചെയ്യും എന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതിനെതിരെ സിനിമാ രംഗത്ത് നിന്ന് തന്നെ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഉണ്ടായിരുന്നത്. അത്തരത്തിൽ തിയേറ്ററുകൾ അടച്ചിട്ട് സമരം ചെയ്യുന്നത് സിനിമയ്ക്ക് ഒരിക്കലും ഗുണകരമാകില്ല എന്നൊരു വിഭാഗം പറഞ്ഞപ്പോൾ, അതേസമയം താരങ്ങളുടെ അമിത പ്രതിഫലവും അതുപോലെ തന്നെ OTTയിൽ നിന്നുള്ള നഷ്ടവും എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മറ്റൊരു വിഭാഗം അതിനെ പിന്തുണയ്ക്കുകയുണ്ടായി. അത്തരത്തിൽ ഒരു പിളർപ്പ് നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ എമ്പുരാൻ പോലൊരു ബിഗ് ബഡ്ജറ്റ്, അത്തരത്തിൽ വലിയ എടുത്തുകൊണ്ട് നിർമ്മിക്കുന്ന, വലിയ മുതൽ മുടക്കിൽ നിർമ്മിക്കുന്ന ഒരു സിനിമ റിലീസ് ചെയ്യുന്ന ദിവസം തന്നെ പണിമുടക്ക് നടത്താൻ നിർമ്മാതാക്കൾ ഒരുങ്ങുന്നത്. ഈ പണിമുടക്കിനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? അതുപോലെ തന്നെ ഇതിനോട് നിർമ്മാതാക്കളുടെ ഈ ഒരു പണിമുടക്കിനോടുള്ള മറ്റ് സിനിമാക്കാരുടെ പ്രതികരണം എന്താണ്? അതുല്യ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് സിനിമാ മേഖലയിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ 27-ന്, ഈ മാസം 27-നാണ് ഇത്തരത്തിലൊരു പണിമുടക്ക് നടത്തും എന്നുള്ള കാര്യം ഫിലിം ചേംബർ അറിയിച്ചിരിക്കുന്നത്. 27-നാണ് ബിഗ് ബഡ്ജറ്റ് ചിത്രമായിട്ടുള്ള എമ്പുരാന്റെ റിലീസ്. ആ ഒരു റിലീസ് ദിവസം തന്നെ ഇത്തരത്തിലൊരു പണിമുടക്ക് നടത്തുന്നതിലൂടെ വലിയ രീതിയിലുള്ള യുദ്ധമാണ് ഈ ഫിലിം ചേംബർ ഈ സിനിമയ്ക്കെതിരെ, അല്ലെങ്കിൽ എമ്പുരാനെതിരെ, ആന്റണി പെരുമ്പാവൂരിനെല്ലാം എതിരെ നടത്തും എന്നുള്ള ഒരു കാര്യത്തിന് ഒരു സൂചനയായി തന്നെ നമുക്കിത് പറയാൻ കഴിയും. അതോടൊപ്പം തന്നെ മാർച്ച് 25 മുതലുള്ള റിലീസ് ചെയ്യുന്ന സിനിമകൾക്കെല്ലാം തന്നെ ഫിലിം ചേംബറുമായിട്ട് ഒരു കരാർ ഒപ്പിടണം എന്ന കാര്യം ഫിയോക് അടക്കമുള്ള സംഘടനകളോട് ഫിലിം ചേംബർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കത്ത് നൽകിയിട്ടുമുണ്ട്. ഫിയോക് അടക്കമുള്ള സംഘടനകൾക്ക് ഇക്കാര്യത്തിൽ കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സുരേഷ് കുമാറിനെതിരെ വലിയ രീതിയിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളെല്ലാം തന്നെ ആന്റണി പെരുമ്പാവൂർ ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അതിനോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള തർക്കങ്ങളും ചർച്ചകളും എല്ലാം തന്നെ സിനിമാ മേഖലയിൽ നടന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് 10 ദിവസത്തിനുള്ളിൽ പിൻവലിക്കണം എന്നുള്ള കാര്യം ഫിലിം ചേംബർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചില്ലെങ്കിൽ ആന്റണി പെരുമ്പാവൂരിനെ സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു നീക്കവും ഫിലിം ചേംബർ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും 27-ന് എമ്പുരാന്റെ, അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു സിനിമ, ബിഗ് ബജറ്റിൽ വരുന്ന ഈ ഒരു എമ്പുരാൻ സിനിമയുടെ പണിമുടക്കിലൂടെ ഫിലിം ചേംബർ വലിയ രീതിയിലുള്ള ഒരു യുദ്ധം തന്നെയാണ് ആന്റണി പെരുമ്പാവൂരുമായും, അല്ലെങ്കിൽ ഈ സിനിമ എല്ലാവരുമായുള്ള ഒരു വലിയ രീതിയിലുള്ള യുദ്ധം പ്രഖ്യാപിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ തർക്കത്തെ തുടർന്ന് ഈ പറഞ്ഞതുപോലെ അമ്മയും അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഫിലിം ചേംബറും എല്ലാം തന്നെ വലിയ രീതിയിലുള്ള യോഗങ്ങളെല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ വ്യക്തമായി പറഞ്ഞതാണ്, ഒരിക്കലും ഫിലിം ചേംബർ എന്ന് പറയുന്നത് ഈ അഭിനയിക്കുന്നവർക്കെതിരെയല്ല സമരം ചെയ്യുന്നത്, സർക്കാരിനെതിരെയാണ് സമരം ചെയ്യുന്നത്. അതുപോലെ തന്നെ സിനിമാ തിയേറ്ററുകളെല്ലാം ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നഷ്ടത്തിലാണ് എന്നുള്ളൊരു കാര്യം ഉൾപ്പെടെ ഫിലിം ചേംബർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിൽ സമരവുമായി ജൂൺ 1 മുതൽ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഫിലിം ചേംബറിന്റെ തീരുമാനം. ഫിലിം ചേംബർ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും ആർക്കും എതിർക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ജി സുരേഷ് കുമാർ വ്യക്തമായി തന്നെ പറഞ്ഞതാണ്. എന്നാൽ അതിനെ സംബന്ധിച്ച് പിന്നീട് അമ്മ സംഘടന മീറ്റിംഗ് വെച്ച സമയത്ത് തന്നെ ഇത്തരത്തിലൊരു സിനിമ സമരത്തെ ഒരിക്കലും പിന്തുണയ്ക്കില്ല എന്നുള്ളൊരു കാര്യവും, അതുപോലെ തന്നെ സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ, അല്ലെങ്കിൽ താരങ്ങളുടെ വേതനം കുറയ്ക്കുന്ന കാര്യം, ആ കാര്യത്തെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്യും എന്നുള്ളൊരു കാര്യവുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ 27-നാണ് സൂചനാ പണിമുടക്ക് വെച്ചിരിക്കുന്നത്. അന്ന് എമ്പുരാൻ, ബിഗ് ബജറ്റിൽ ഇറങ്ങുന്ന എമ്പുരാന്റെ റിലീസിന്റെ ദിവസം തന്നെയാണ് ഇത്തരത്തിലൊരു സൂചനാ പണിമുടക്ക് വെച്ചിരിക്കുന്നത്. പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം ഇത് വലിയ രീതിയിലുള്ള, അല്ലെങ്കിൽ ഈ ഒരു ഫിലിം ചേംബർ വലിയ രീതിയിലുള്ള ഒരു യുദ്ധം തന്നെയാണ് താരസംഘടനയുമായി, അല്ലെങ്കിൽ താരങ്ങളുമായി എല്ലാം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം പ്രത്യക്ഷത്തിൽ എന്തുകൊണ്ടും വ്യക്തമാണ്. കാരണം അത്തരത്തിൽ ഈ ആന്റണി പെരുമ്പാവൂർ പോസ്റ്റ് ഇട്ട സമയത്തും അതിനെ പിന്തുണച്ചുകൊണ്ട് മുൻനിരയിൽ വന്ന ആളുകളാണ്. പൃഥ്വിരാജ്, മോഹൻലാൽ അടക്കമുള്ള നടന്മാരെല്ലാം ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ വലിയ രീതിയിൽ പിന്തുണച്ച് തന്നെ പിന്നിൽ വന്നിരുന്നു. അപ്പോൾ അതിനെല്ലാമുള്ള ഒരു ഫിലിം ചേംബറിന്റെ ഒരു വലിയ രീതിയിലുള്ള ഒരു യുദ്ധമാണോ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നെല്ലാം തന്നെ ഉറപ്പാക്കേണ്ട കാര്യം തന്നെയാണ് അതുല്യ. തീർച്ചയായും വിജിത സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിലുള്ള സിനിമാ മേഖലയുടെ ആ ഒരു യുദ്ധപ്രഖ്യാപനം തന്നെയാണ് ഫിലിം ചേംബറിന്റെ ഈ ഒരു സൂചനാ പണിമുടക്ക് എന്ന് കരുതേണ്ടിയിരിക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും വിജിത.